സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പിന്തുണ അറിയിച്ച് കത്തയച്ചിരിക്കുകയാണ്. PR പ്രവീണ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീണ, വലിയ വാർത്തയാണ്. നോക്കൂ, ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിനിടയിലാണ് രാജ്യത്തെ തന്നെ BJPയുടെയും സംഘപരിവാറിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന കപ്പാസിറ്റിയിൽ സംസ്ഥാന സർക്കാരിന്റെ സംഗമത്തിന് പിന്തുണ അറിയിച്ച് ആശംസാ കത്ത് അയച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 16 ഈ കത്ത് ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയായ VN വാസവൻ ഓഫീസിൽ എത്തിക്കുന്നത്. ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം കത്ത് അയച്ചിരിക്കുന്നത്. അയ്യപ്പൻ ധർമ്മ സംരക്ഷകനാണ്. അപ്പോൾ സമാധാനവും സംരക്ഷണവും യൂണിറ്റിയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നതിന് എല്ലാ ആശംസകളും നൽകുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സാത്വിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഈ സംഗമം അനിവാര്യമാണ്. സ്നേഹവും ഒരുമയും നിലനിർത്താനാകട്ടെ എന്നും ഈ ആശംസാ കത്തിൽ പറയുന്നുണ്ട്. മന്ത്രി VN വാസവൻ, അതായത് ദേവസ്വം മന്ത്രി കൂടിയായ മന്ത്രി VN വാസവനാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പല വിശിഷ്ട വ്യക്തികളെയും ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥിനെയും ക്ഷണിച്ചിരുന്നു. അതിനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത്. പ്രവീണ, ഈ കത്തിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ. സ്വാഭാവികമായും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് എതിർപ്പ് അല്ലെങ്കിൽ ഭിന്നസ്വരം വരുന്നതിനിടയിലാണ് യോഗി ആദിത്യനാഥിനെ പോലെ വലിയൊരു BJP നേതാവ് ഇങ്ങനെ ഒരു കത്ത് അയക്കുന്നത്. BJP ബദൽ RSSും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും ഒക്കെ ഇതിന് എതിർപ്പ് അറിയിക്കുകയും മാത്രമല്ല മറ്റൊരു സംഗമം സംഘടിപ്പിക്കാൻ കോപ്പ് കൂട്ടുകയും ചെയ്യുന്ന അവസരത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ ഈ കത്ത് എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുകയല്ല, മറിച്ച് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാകട്ടെ എന്ന് പറഞ്ഞാണ് യോഗി ആദിത്യനാഥ് കത്തയച്ചിരിക്കുന്നത്. അതിനർത്ഥം ഈ അയ്യപ്പ സംഗമത്തെ ദേശീയ തലത്തിലെ ചിലരെങ്കിലും അംഗീകരിക്കുന്നുണ്ട്, BJPയുടെ ദേശീയ നേതൃത്വത്തിലെ ചിലരെങ്കിലും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിലെ BJP അതുപോലെ തന്നെ സംഘപരിവാർ നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയുമാണ്. കാരണം അദ്ദേഹം എത്തിയില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തത് അറിയിച്ചുകൊണ്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഫലപ്രാപ്തിയിലാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടുള്ള കത്താണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ മറ്റൊരു അയ്യപ്പ സംഗമത്തിന് വേദി ഒരുക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക് ഇത് ഒരു തിരിച്ചടി തന്നെയാണ്. ശരി, പ്രവീണ പറഞ്ഞതുപോലെ തന്നെ ബദൽ സംഗമം പ്രഖ്യാപിച്ചിരിക്കുന്ന യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിന് ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിൽ സർക്കാരിൻ്റെ ക്ഷണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ അയച്ചിരിക്കുന്ന കത്ത്. ഇത് VN വാസവന് 16 സെപ്റ്റംബർ 2025 എന്ന ഡേറ്റ് ഇട്ടാണ് ഇപ്പോൾ ഈ കത്ത് അയച്ച് ഇരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അയച്ചിരിക്കുന്ന കത്ത് ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് എന്നതും ഈ കോൺക്ലേവ്, അതായത് ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ സംഗമം അത് വലിയ രീതിയിൽ വിജയകരമാകട്ടെ എന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫലം കാണട്ടെ എന്നുകൂടി ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി BJPയുടെയും RSSന്റെയും പ്രധാനപ്പെട്ട നേതാവ് ഈ കത്ത് ചുരുക്കുന്നത്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.